അജീഷ്, ഈ വിഷയത്തിൽ പിതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സൗദിയിൽ കുറച്ചുനാൾ സന്ദർശക വിസയിൽ എത്തിയിരുന്നു മകൻ. അപ്പോഴൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. സന്തോഷത്തോടെ തന്നെയാണ് കുടുംബത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു അനുമാനം ഈ പ്രതിക്ക് ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. അതാകാം ഈ കൊലപാതകത്തിലേക്കൊക്കെ തന്നെ നയിച്ചതെന്ന്. പക്ഷെ പിതാവ് പറഞ്ഞതനുസരിച്ച് പിതാവിന് ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീടും സ്ഥലവും ഒക്കെ വിറ്റ് ആ പ്രശ്നങ്ങൾ തീർക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചനയുണ്ടായിരുന്നു. പക്ഷേ മകന് ആ രീതിയിലുള്ള ഒരു സാമ്പത്തിക ബാധ്യതകളും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ അഫാനെ കുറിച്ചിട്ട് നാട്ടുകാർക്കെല്ലാം നല്ല അഭിപ്രായം തന്നെയാണുള്ളത്. സ്ഥിരമായി മയക്കുമരുന്നിന് അടിമയാണോ, ആ രീതിയിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ തന്നെ പ്രദേശവാസികൾക്ക് അക്കാര്യത്തിൽ യാതൊരു അറിവുമില്ല എന്നാണ് മനസ്സിലായത്. അപ്പോൾ ഈ രണ്ട് അനുമാനങ്ങളും, അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഇനിയും നടത്തേണ്ടിയിരിക്കുന്നു. കാരണം അത് പ്രാഥമിക നിഗമനം മാത്രമല്ലേ. തീർച്ചയായും സ്മിത, അതെങ്ങനെയാണ്? കാരണം ഈ അഫാനെ കുറിച്ചിട്ട് നാട്ടുകാർക്ക് അങ്ങനെ വലിയ അഭിപ്രായമൊന്നുമില്ല. കാരണം ഈ മോശം അഭിപ്രായമില്ല, നല്ല അഭിപ്രായമില്ല. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ഒന്നും അറിയില്ല എന്നാണ് പലരും പറയുന്നത്. അങ്ങനെ അധികം സംസാരിക്കുന്ന ഒരു പ്രകൃതമല്ല. അതാണ് നാട്ടുകാർക്ക് ഈ അഫാനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന അതിൻ്റെ താഴത്തെ മേശയിൽ കാണുമ്പോൾ അവിടെ ഒരു കസേരയുണ്ട്, ഒരു ഓറഞ്ച് കളർ കസേര. അതിലിവിടെ ഒരു ഹെൽമറ്റും അവിടെ ഒരു പെപ്സിയുടെ കുപ്പിയും അതിലൊരു കുഴിമന്തിയും ഉണ്ട്. ഇന്നലെ അനുജൻ അഫ്സാന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കാൻ വരണമെന്നാണ് അവസാനമായിട്ട് അഫ്സാനെ വിളിച്ചു വരുത്തിയത്. അത് കഴിക്കാനായിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് അനുജനെയും കൊലപ്പെടുത്തിയത്. അനുജൻ്റെ മൃതദേഹം കടന്നത് നമ്മളിപ്പോൾ കാണുന്ന ആ വീടിൻ്റെ മുൻവാതിൽ അതിന് തൊട്ട് പുറകിലേക്കായിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഇയാൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. താനിങ്ങനെ കൊലപാതകം നടത്തിയെന്ന് പറയുമ്പോൾ ആദ്യം പോലീസിനും അവിശ്വസനീയമായിരുന്നു ഇയാൾ പറഞ്ഞ കാര്യം. കാരണം ഒരു കൊച്ചു പയ്യനാണ്, 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ വന്ന് താൻ 6 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു കൂസലുമില്ലാതെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് പോലീസ് പെട്ടെന്ന് ഇവിടെ വന്ന് പരിശോധന നടത്തിയപ്പോൾ മൃതദേഹങ്ങളുണ്ടായിരുന്നു. 3 പേരുടെ ശരീരങ്ങളാണ് കണ്ടത്. അതിൽ അമ്മയ്ക്ക് ജീവനുണ്ടായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് അതാത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ വിവരങ്ങൾ അറിയിച്ചു, സന്ദേശങ്ങൾ അറിയിച്ചു. അവിടെയും ഈ മൃതദേഹങ്ങൾ കണ്ടു. എന്തായാലും ഇയാളുടെ ഒരു മോട്ടീവ് എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണോ ഈ കൊലപാതകം നടത്തിയത്, അല്ലെങ്കിൽ മറ്റ് ലഹരിക്ക് അടിമയായിരുന്നു? അങ്ങനെ പല ചോദ്യങ്ങളും ബാക്കിയാണ്. അതിന് ഇയാളുടെ കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷിച്ചാൽ മാത്രമേ അത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പിതാവ് പറഞ്ഞതുപോലെ തന്നെ തനിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ മകന് ഇത്രയധികം ബാധ്യതയുണ്ടോ എന്ന് അറിയില്ലായിരുന്നു. കുറച്ച് നാൾ സൗദിയിൽ തൻ്റെ കൂടെ വിസിറ്റിംഗ് വിസയിൽ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. വളരെ സാധാരണ പെരുമാറുന്നത് പോലെയായിരുന്നു മകൻ പെരുമാറിയത്. അതിനപ്പുറമൊന്നും പെരുമാറ്റത്തിലൊന്നും വലിയ മാറ്റമൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പിതാവ് തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ നാട്ടുകാർക്കും അല്ലെങ്കിൽ അഫാൻ്റെ സുഹൃത്തുക്കൾക്കാർക്കും അങ്ങനെ അഫാനെ പറ്റിയിട്ട് മോശമായിട്ടുള്ളൊരു അഭിപ്രായമൊന്നുമില്ല. പിന്നെ ഇയാൾക്ക് എങ്ങനെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക്, ഇങ്ങനെ ഒരു ക്രൂരകൃത്യങ്ങളിലേക്ക് എത്താനായിട്ട് പ്രേരിപ്പിച്ചത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. ഇനി അഫാൻ്റെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഇയാൾ അവസാനം വിളിച്ചത് ആരെയൊക്കെയാണ്, ഇയാൾ നെറ്റിൽ തിരഞ്ഞത് എന്തൊക്കെയാണ്? കാരണം ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങളിലേക്ക് നയിക്കുമ്പോൾ അയാളുടെ ഒരു മാനസിക നില എത്രത്തോളം ഉണ്ടെന്ന്. കാരണം അമ്മയും അനിയനെയും കാമുകിയെയും അതുപോലെ തന്നെ പിതൃ സഹോദരനെയും അങ്ങനെ കൊലപ്പെടുത്തുന്ന, ചുറ്റിക കൊണ്ട് വളരെ ക്രൂരമായി, വളരെ പൈശാചികമായി കൊലപ്പെടുത്തുന്ന ആ ഒരു മാനസിക നിലയിലേക്ക് ഇയാൾ എത്തിയത് എങ്ങനെയാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ കണ്ടെത്തലിന് പിന്നിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ മറ്റ് 3 സ്ഥലങ്ങളിൽ മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടത്തേണ്ടതുണ്ട്. രാവിലെ 7 മണിയോടെ പോലീസ് ഇൻക്വസ്റ്റ് തുടങ്ങും. അവിടെയും പരിശോധനകൾ നടത്തേണ്ടതുണ്ട്, ഒരു പ്രാഥമിക പരിശോധന നടത്തുന്നുണ്ട്. പ്രധാനമായും ഈ അഫാൻ്റെ ചോദ്യം ചെയ്യൽ തന്നെയാണ് പ്രധാനം. അഫാൻ തന്നെയാണ് എന്തിന് ഇവരെല്ലാം കൊലപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഉത്തരം പറയേണ്ടതും. അയാൾ ഇപ്പോൾ സ്റ്റേബിളായി വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് എത്തിയതിനു ശേഷം പോലീസ് അഫാനെ വിശദമായി ചോദ്യം ചെയ്യും. ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കും. ഇയാൾ അവസാന ദിവസങ്ങളിൽ എവിടെയൊക്കെ പോയിരുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആരെയൊക്കെ കണ്ടു ഇതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനുശേഷം മാത്രമേ എന്തിന് കൊന്നു എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരം പോലീസിന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഒരു പ്രാഥമികമായ അനുമാനങ്ങൾ മാത്രമാണ് പോലീസിന് നൽകാൻ സാധിക്കുന്നത്. ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഇന്നലെ വൈകിട്ട് ഒരു 24 മണിക്കൂർ പോലും ആയിട്ടില്ല. അതുകൊണ്ട് പോലീസിന് അതിൽ ഒരു പൂർണ്ണ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയ്ക്കും. എന്നുകൊണ്ട് അതിലൊരു ഏതാണ്ട് ഒരു വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ അഫാനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ
കൂട്ടക്കൊലപാതകത്തിൻ്റെ കാരണങ്ങൾ വ്യക്തമാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തത്? അമ്മയെയും അനിയനെയും പെൺസുഹൃത്തിനെയും പിതൃസഹോദരൻ്റെ ഭാര്യയെയും ഉമ്മുമ്മയും എന്തിന് ഇങ്ങനെ കൊലപ്പെടുത്തി എന്നുള്ളതിൻ്റെ കാരണം വ്യക്തമാവുകയുള്ളൂ. എന്തായാലും അമ്മ ഷെമി ജീവന് വേണ്ടി ഗോകുലം മെഡിക്കൽ കോളേജിൽ മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയും ദയനീയ അവസ്ഥയിൽ തന്നെയാണ് അവരുടെ കണ്ടീഷൻ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പിതാവ് നാട്ടിലെത്തും. അതിനുശേഷം പിതാവിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അമ്മയോടും ആ കാര്യങ്ങൾ തിരക്കണം. കാരണം എന്ത് തർക്കത്തിലാണ് അമ്മയെ ഉപദ്രവിച്ചത് എന്ന് അറിയേണ്ടതുണ്ട്. ജീവിച്ചിരിക്കുന്നു അത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഏതായാലും ഈ പ്രതി അഫാൻ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിലെ റെഡ് സോണിലാണ് ചികിത്സയിലുള്ളത്. എലിവിഷം കഴിച്ചു എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയത്. എങ്ങനെയുണ്ട് പ്രതിയുടെ ആരോഗ്യനില? ആ കാര്യങ്ങളെല്ലാം ഇന്ന് പ്രഭാതത്തിൽ ആശുപത്രി അധികൃതരോട് വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അതുപോലെ തന്നെ അഫാൻ കൊലപ്പെടുത്താൻ ശ്രമിച്ച മാതാവിൻ്റെ ആരോഗ്യനിലയും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആ വിവരങ്ങളെല്ലാം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം, ഈ പിതാവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ എന്നല്ല, പിതാവിനോട് വിവരങ്ങൾ തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് മകൻ അങ്ങനെ സാമ്പത്തിക ബാധ്യതയൊന്നുമില്ല. ഇക്കാര്യം അദ്ദേഹം 24-നോടാണ്, സുബൈർ ഉദ്ദിനൂറിനോടാണ് പറഞ്ഞത്. ഇന്നലെ UAE സമയം വൈകിട്ട് 4 മണിക്കാണ് ഈ കൊലപാതക വിവരം അദ്ദേഹം അറിഞ്ഞത്. വിസിറ്റ് വിസയിൽ സൗദിയിലേക്ക് മകൻ വന്നിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് അഫാൻ വിദേശത്ത് നിന്ന് മടങ്ങിയത്. ഈ വിവരങ്ങളെല്ലാം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. മാതാവുമായും സഹോദരനുമായും ഒക്കെ അഫാന് പ്രശ്നങ്ങൾ ഇല്ലെന്നും പിതാവ് പറഞ്ഞിരുന്നു. പിതാവ് 24-നോട് പറഞ്ഞ ആ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നിൽക്കുമ്പോൾ എന്റെ പെങ്ങളമ്മ വിളിച്ചു പറഞ്ഞു. വിളിച്ചെന്റെ ഉമ്മയുടെ മരണം പറഞ്ഞ ആദ്യം. അതിനുശേഷം പിന്നെ എന്റെ സുഹൃത്തോട് റിയാദിന്ന് വിളിച്ചു പറഞ്ഞു എന്റെ ഇളയ മകനെയും ഭാര്യയും ഇങ്ങനെ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൽ എന്റെ ഭാര്യയുടെ അനിയത്തെ വിളിച്ചു. അവൻ ഇതുപോലെ പറഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഇളയ മകൻ മരിച്ചവരെ ഞാൻ അറിയിട്ടില്ലായിരുന്നു. വൈഫ് സീരിയസ് ആയിട്ട് കിടക്കണമെന്ന് എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായി. ആ ബാധ്യത തീർക്കാൻ നമ്മള് വീടും പേരുടെ വിൽക്കാനുള്ള ശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിറ്റ് കടങ്ങൾ തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ബന്ധുക്കൾ ഇങ്ങനെ എന്നെ പറഞ്ഞു ഇതുപോലെ സുഹൃത്തുണ്ട്, ഇങ്ങനെ ഒരു സ്കൂട്ടറിൽ ബൈക്കിൽ കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. ഇപ്പൊ ലോകം എങ്ങനെയല്ലേ, ആണും പെണ്ണിട്ട് ഇങ്ങനെ ജീവിക്കുന്ന നാടല്ലേ, അതൊരു വിഷയാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. വിഷയാക്കേണ്ട കാര്യമില്ല, അവര് ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാവാം, അല്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞു. ആ കുട്ടി ഇരുന്നങ്ങന്റെ കുറച്ച് സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസയൊക്കെ ഞാൻ അയച്ചു കൊടുത്ത് കുറച്ച്. അതേറെ ഞെട്ടലിലാണ്. ആ പിതാവ്, ഒരു കുടുംബത്തിലെ 4 പേരുടെ ജീവൻ നഷ്ടമാകാം, മറ്റൊരു പെൺകുട്ടി, ഒപ്പം ഭാര്യ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു. അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ്. അദ്ദേഹം നാട്ടിലേക്ക് എത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ആലോചിക്കുകയായിരുന്നു അല്ലേ? എന്തൊരു വല്ലാത്ത അവസ്ഥയാണ്. സന്തോഷകരമായി കഴിഞ്ഞുകൊണ്ടിരുന്ന കുടുംബമാണ്. ആ കുടുംബം മൊത്തം ഇല്ലാതായിരിക്കുകയാണ്. ഭാര്യയാണെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ഇളയ മകൻ പോയിരിക്കുന്നു, അമ്മ മാതാവ് പോയിരിക്കുന്നു, സ്വന്തം ജ്യേഷ്ഠനും ഭാര്യയും എല്ലാവർക്കും ജീവൻ നഷ്ടമായിരിക്കുന്നു. മകനാണെങ്കിലോ ഇനിയിപ്പോൾ എന്തെല്ലാമാണ് പ്രതികരണങ്ങൾ ഉണ്ടാവുക? ഇപ്പോൾ ചികിത്സയിലാണ് ആശുപത്രിയിലെങ്കിലും പ്രതിയിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ്, സന്തോഷത്തോടെ തിരികെ വിട്ടതാണ് സൗദിയിൽ നിന്ന്. അങ്ങനെ ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ, അതുപോലെ നാടിനെ മൊത്തം നടുക്കിയ വാർത്തയാണ്. വെറും 23 വയസ്സുള്ള യുവാവാണ് ഇതെല്ലാം ചെയ്തത്, ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തത് എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല.